UK വന്നിട്ട് ഇതുവരെയായിട്ട് ഒരു മാമോയിസം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഇംഗ്ലീഷ് സ്റ്റൈൽ മാമോയിസം ഒന്ന് കണ്ടിട്ട് വരാം. ക്ലോസ് ഫ്രണ്ട്സും ഫാമിലിയും മാത്രമാണ് ചർച്ചിൽ വന്നിട്ടുള്ളൂ. ബാക്കി പരിപാടികൾ ഈവനിങ് വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ മാമോയിസയ്ക്ക് മുന്നേ തന്നെ മാമോയിസയ്ക്ക് എന്തെല്ലാം ചടങ്ങുകളുണ്ടെന്ന് അച്ഛൻ നേരത്തെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ ഈ കാണുന്ന ഇവളാണ് നമ്മുടെ ഇന്നത്തെ താരം. ഇവളുടെയാണ് ഇവിടെ നടക്കുന്ന മാമോയിസ. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഇന്നവളുടെ മാമോയിസ മാത്രമല്ല, ഇന്നവളുടെ ഫസ്റ്റ് ബർത്ത്ഡേയും കൂടിയാണ്. അച്ഛൻ എന്താണോ അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നല്ല രീതിക്ക് നമുക്ക് പറഞ്ഞു തരും. പൊതുവേ പള്ളിയും അച്ഛന്മാരൊന്നും എനിക്ക് യാതൊരു തരത്തിലും താല്പര്യമില്ലാത്തതാണ്. പക്ഷേ ഈ അച്ഛനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പ്രത്യേകിച്ച് ഈ അച്ഛൻ ഭയങ്കര ഫ്രീ ആയിട്ട് ഇടപഴകാൻ പറ്റിയ ഒരാളമാരി എനിക്ക് ഫീൽ ചെയ്ത്. യാതൊരു ഹെഡ് വെയിറ്റും ഇല്ല. പൊതുവേ മാമോയിസയ്ക്കിടയിൽ പിള്ളേർ കരയണേ കാണാറ്, പക്ഷേ ഇവൾ അത്രയധികം പ്രശ്നം ഉണ്ടാക്കിയില്ല. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ബേബി മാമോയിസയ്ക്ക് മുങ്ങി. അയ്യോ, ബേബിയുടെ പേര് പറയാൻ മറന്നു. അവളുടെ പേര് ജെസിക്ക എന്നാണ്. അങ്ങനെ ജെസിക്കയുടെ മാമോയിസ് ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ UK വന്നിട്ട് ആദ്യമായിട്ടൊരു പള്ളി കയറി. UK വരാൻ പെട്ടി പാക്ക് ചെയ്തപ്പോൾ നാട്ടിൽ വെച്ച് പൂട്ടിയതാണ് എൻ്റെ മതവും പള്ളിയൊക്കെ. ഇവിടെ ഷൂസ് ഇട്ട് പള്ളിയകത്ത് കയറുന്നതിനോ ആൾക്കാരെ കയറുന്നതിനോ യാതൊരു ബുദ്ധിമുട്ടില്ല. നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ കണ്ടുവന്നേനെ. ഈ അച്ഛനെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ അച്ഛന്മാരെ പോലെ 5-6 വാട്ടർ ബോയിനെയും കൈക്കാരനെയും കപ്പയാരനെയും ഒന്നും കൊണ്ടല്ല ഈ അച്ഛൻ നടക്കണേ. മാമോയിസ് തുടങ്ങിയപ്പോൾ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഈ അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനേറെ പറയുന്നു, മാമോയിസയും കഴിഞ്ഞ് തിരി ഊതി ഡെസ്കും പിടിച്ചിട്ട് പള്ളി അടച്ചിട്ടാണ് അച്ഛൻ പോയത്. അപ്പോൾ ഇങ്ങനെയും പള്ളിയിലച്ഛന്മാർക്ക് ആവാം.